ഹലോ ഗൈസ്, നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സാൻഫോർഡിൻ്റെ ഒരു സ്റ്റാൻഡ് ഫാനാണ്. മോഡൽ നമ്പർ SF903SFN. ഇത് വരുന്നത് 16 ഇഞ്ച് സൈസിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലീഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 12 ബ്ലേഡിലെ ലീഫാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ലീഫാണ് 12 ബ്ലേഡ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ടൈമർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ടൈമർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാക്സിമം ടൈമർ 7.5 മണിക്കൂർ 7.5 അവേഴ്സാണ് ഇതിന് ടൈമർ കൊടുത്തിരിക്കുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഒരു ഓസിലേഷൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിലുള്ള വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഒരു ഓസിലേഷൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു നട്ട് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം നോർമലി ഒരു 4 അടി ഉയരമുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4.5 അടിയോളം നമുക്ക് ഹൈറ്റ് കിട്ടുന്നുണ്ട് ഇതിൽ. അടുത്തത് ഒരു മെറ്റൽ ഗ്രില്ല് ഇതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ സാൻഫോർഡിൻ്റെ ഒരു ലോഗോയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 തരം മോഡാണ് ഇതിലുള്ളത്. 3 തരം, അതായത് വേവ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള 3 തരം മോഡാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത് 3 സ്പീഡാണുള്ളത്. ഈ മോഡിന് പുറമെ 3 തരം സ്പീഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പാനലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു റിമോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോർമലി ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റിമോട്ടാണ്. കാണുന്നില്ല, സിമ്പിൾ റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ABS പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോങ് ബോഡിയാണ് നമുക്ക് ഇവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഹെവി ഡ്യൂട്ടി മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കോപ്പർ കോട്ടിങ് ഹെവി ഡ്യൂട്ടി മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമലി നമ്മുടെ എല്ലാ ഫാനിലും കൊടുക്കുന്ന പോലെ 2 കൊല്ലം സർവീസ് വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.